സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. വെൽക്കം. അതെ, എല്ലാരും ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കുന്നു. സീ ഓഫ് ലവ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഇരിക്കുകയാണ്. അതെ, കടലോളം സ്നേഹം. അപ്പോ ആദ്യം നമ്മുടെ സിനിമ, ആ സീ ഓഫ് ലവ് ശരിക്കും എന്താണ്? സിനിമയുടെ പറ്റി കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടറും അങ്ങനെയൊക്കെ. സീ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രണയം, സ്നേഹം എന്നുള്ളതാണ്. അതായത് പരസ്പരം മനസ്സിലാക്കുന്ന രണ്ട് വ്യക്തികൾ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന രണ്ട് സ്ത്രീകൾക്ക് തോന്നുന്ന പരസ്പര ആകർഷണവും അവരുടെ ആശയവിനിമയങ്ങളും പിന്നെ അവരുടെ കടലോളം പരന്നു നടക്കുന്ന സ്നേഹവും. സമൂഹം അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ പോലും അവർ രണ്ടുപേരും വല്ലാതെ അടുക്കുന്നു, അവർ രണ്ടുപേരും ആശ്വസിക്കുന്നു, നമ്മുടേതായ സ്വന്തമായ നിമിഷങ്ങളെ കെട്ടിപ്പടുത്തുണ്ടാക്കുന്നു. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് സ്ത്രീകൾ, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾക്ക് സപ്പോർട്ട് നൽകുന്ന സിനിമയാണിത്. ലെസ്ബിയൻ കണ്ടന്റ് ആണ്. പൊതുവെ അങ്ങനത്തെ കോണ്ടന്റ് സിനിമ തന്നെ ഭയങ്കര ചർച്ചയായി, കോൺട്രവേഴ്സീസ് ആയി. അപ്പൊ അങ്ങനത്തെ ആ ഒരു ഇതിനുള്ളൊരു സ്കോപ്പും കൂടെ ഉണ്ടാവില്ലേ ഈ സിനിമയ്ക്ക്? സിനിമ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനത്തെ അതായത് രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള പ്രണയമാണെങ്കിൽ പോലും അത് ഏതൊരു സിറ്റുവേഷനിലാണ് സാധാരണ സമപ്രായക്കാർ തമ്മിലുള്ള പ്രണയങ്ങളായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒത്തിരി ഏജ് വ്യത്യാസമുള്ള രണ്ട് സ്ത്രീകളാണ്. അപ്പൊ പ്രണയത്തിന് മുന്നിൽ ഏജില്ല, വർണ്ണമില്ല, വർഗമില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അവര് പരസ്പരം തിരിച്ചറിയുന്നു, പ്രണയിക്കുന്നു. ഇപ്പൊ നിങ്ങൾ മൂന്നുപേരും, ഇപ്പൊ ചേട്ടൻ പ്രൊഡ്യൂസറാണ്, ദേവൻ ചേട്ടൻ കോറേറ്ററാണ്, അത് കൂടാതെ നിങ്ങൾ മൂന്നുപേരും ഈ സിനിമയിൽ ഒരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ പറ്റി ഒന്ന് പറയാം. ആദ്യം മീര ചേച്ചി, സ്ത്രീകളുടെ ഒരു പ്രണയം കൂടെ നമുക്ക് ചേച്ചിനെ തുടങ്ങാം. പറയാം. ക്യാരക്ടറിന്റെ പേര് ജയന്തി എന്നാണ്. അപ്പൊ ഇതിനകത്ത് നമ്മള് ചുറ്റും കാണുന്ന ഒരുപാട് സ്ത്രീകളെ പോലെയാണ് ജയന്തി. അതായത് അവരവരുടെ വീട്ടുകാർക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുട്ടിക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അവര് കുറെ കാലം മുമ്പ് അവരുടെ ഭർത്താവ് മരിച്ചു കൊണ്ടു, മകൻ വളർന്നു വലുതാവുന്നു, അതിനുശേഷം അവർ ഒറ്റപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഇത്തരം സ്ത്രീകളെ നമ്മുടെ ചുറ്റും ഒരുപാട് കാണാറുണ്ട്. അവനവന് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്ന സ്ത്രീകളാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയാണ് ജയന്തി. അപ്പൊ അവരുടെ ആ ഒരു ജീവിതത്തിൽ അവര് സ്നേഹം തേടി പോകുന്നില്ലെങ്കിലും അവർ സ്നേഹം കണ്ടെത്തുക. അത് നമ്മളൊരു കൺവെൻഷണൽ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലത്തു നിന്നല്ല ഈ സിനിമയിൽ അവർക്ക് സ്നേഹം കിട്ടുന്നത്. അത് മറ്റൊരു സ്ത്രീയിൽ നിന്നാണ്, പ്രായത്തിൽ അവരെക്കാളും കുറഞ്ഞൊരു സ്ത്രീയിൽ നിന്നാണ്. അങ്ങനെ നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ഒരു, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്ത്രീകൾ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉള്ള ആൾക്കാരാണ്. അത്തരം ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉള്ള ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ജയന്തി. എന്റെ ക്യാരക്ടറിനെ പറ്റി വേറെ പറയുകയാണെങ്കിൽ രതീഷ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ ഇതില് ജയന്തിയുടെ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. രതീഷ് ഒരു ഫോറിനിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പം അതൊന്ന് രതീഷിനൊരു പ്രണയം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു കഥ പോകുന്നത്. ഒരു ഇന്റർവെല്ലിന് ശേഷമാണ് അതിലൊരു സസ്പെൻസും ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള അവസാനമല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അതെ. അപ്പൊ ദേവൻ ചേട്ടൻ കോറേറ്ററാണ്. ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് സിനിമയെ പറ്റി പറയാന്ന് വെച്ചാൽ സമൂഹത്തിന്റെ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എന്ന് പറയുമ്പോൾ അത് ഒരു അവകാശവാദമല്ല. കാരണം സമൂഹത്തിന്റെ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന സിനിമകൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്, അത് ഇനിയും ഉണ്ടാവും, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത്തരത്തിൽ സമൂഹത്തിന്റെ വ്യവസ്ഥകളെ, തെറ്റായ പൊതുബോധത്തിനെതിരെ വെല്ലുവിളിക്കുന്ന, അതിനെ പോരടിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എളുപ്പമുള്ള ഒരു സിനിമയല്ല. നമുക്ക് എല്ലാവരും പ്രീതിപ്പെടുത്താൻ വേണ്ടി എടുക്കുന്ന സിനിമയല്ല. എന്ന് മാത്രമല്ല, ഇതിന്റെ നമ്മൾ കഥ ഇതിന്റെ രൂപപ്പെടുത്തുമ്പോൾ തന്നെ, ഇതിന്റെ ഒരു ബീജാവസ്ഥയിൽ തന്നെ ഇത് ആരെയാണ് എവിടെയാണ് ഇത് ഇതിന്റെ ഒരു ഹിറ്റിംഗ് ഏരിയ ഉണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കതിന്റെ ഒരു വ്യക്തതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ലെസ്ബിയൻ കണ്ടന്റ് സിനിമ സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ സിനിമ സംസാരിക്കുമ്പോൾ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളുള്ള സിനിമ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ, അത് പാത്ര സൃഷ്ടിയിൽ തന്നെ അങ്ങനെ പ്രത്യേകമായിട്ട് ജീവിക്കുന്ന ഒരു ആളുടെ ലൈഫ് എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ ഒരു പ്രശ്നമല്ല, അതിന്റെ ഒരു സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹം അതിനെ കാണുന്നത് അത് വേറെ അന്യഗ്രഹ ജീവികളാണെന്നുള്ള രീതിയിൽ അവരതിനെ കണ്ടും തള്ളു കാണിച്ചു. അതിനെ ഒരു വിമർശിക്കാൻ പോലും പരിഗണിക്കുന്നില്ല, അവരെ ബാധിക്കുന്നില്ല. പക്ഷെ ഈ സിനിമ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വൾഗാരിറ്റി ഉള്ള ഒരു സീനുള്ള എന്നുള്ള അർത്ഥത്തിലല്ല ഞാനത് തെളിച്ചു പറയുന്നത്. ഇതിന്റെ ആശയം ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോ താങ്കൾ വിളിക്കുന്നു, താങ്കളുടെ അമ്മ ഒരു ലെസ്ബിയനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ പ്രകോപനം ഉണ്ടാകും.
അതാണ് വ്യത്യാസം. അതായത് ഞാൻ വേറെ ആള് ലെസ്ബിയൻ ആണെന്ന് അയാൾക്ക് ദേഷ്യം വരണം. ഇപ്പൊ എന്റെ അമ്മ ലെസ്ബിയൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ ലെസ്ബിയൻസ് അംഗീകരിക്കും എന്ന് പറയും. എന്റെ അമ്മ ലെസ്ബിയൻ ആണെന്ന് എന്നോട് പറഞ്ഞ് ഞാൻ അംഗീകരിക്കും. അതാണ് അവിടെ മാറി കളി. ഇതാണ് വ്യത്യാസം. ഞാൻ ലെസ്ബിയൻസിനെ അംഗീകരിക്കും, എന്റെ അമ്മ ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കും എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് പ്രകോപനമാണ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ആയാലും നമ്മളുടെ ഇടയിൽ കാണുന്ന അമ്മ, അമ്മായി, മകൾ അങ്ങനെ വന്നു കഴിയുമ്പോണ്ടല്ലോ ഇത് പ്രേക്ഷകന് നമുക്ക് ഒരു പ്രകോപനമാണ്. നമ്മൾ ഒരു അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ അടുത്ത് കാണിക്കില്ല. നമ്മൾ ചുറ്റും കാണുന്ന നമ്മളുടെ കൂടെ സിനിമ കാണുന്ന അമ്മയാണ് അതിൽ കഥാപാത്രമായി കാണുന്നത്. ഇത് പ്രകോപനമാണ്. ഇത് തന്നെ വലിയൊരു പ്രകോപനമാണ്. അങ്ങനത്തെ തീമിനെ എടുത്ത് നമ്മളതിനെ കൺവിൻസിംഗ് ആയിട്ട് കാണിച്ച് ആ ഇമോഷൻ ഇവർക്കിടയിലുള്ള പ്രണയം അത് കണ്ടിറങ്ങുമ്പോൾ സമയത്ത് അവരുടെ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. ഒരു റൊമാൻറ്റിക് സിനിമ നമ്മൾക്ക് ഒരു പ്രേമ സിനിമ നമ്മൾ കണ്ടു, ഇപ്പൊ നിറം അല്ലെങ്കിൽ അനീതി പ്രാവ് എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആ രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിക്കണമെന്ന് നമുക്ക് തോന്നുന്നതാണ് ആ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത പറഞ്ഞാല് നമ്മൾ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സിനിമയല്ല, മറിച്ച് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. കൊമേഴ്ഷ്യൽ ആയിട്ട് പോകുന്ന നല്ല പാട്ടുകളുള്ള എൻഗേജിങ് ആയ മൂവിയാണ്. അങ്ങനെ തന്നെയാണ് സായി ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ആ സ്ഥലത്തിലെല്ലാം സ്റ്റാർട്ടിംഗ് ടു എൻഡ് ഒരു കൊമേഴ്ഷ്യൽ മൂവി ആയിരിക്കണം നമുക്ക് നിർബന്ധമുണ്ട്. അല്ലാതെ ബോർ അടിപ്പിക്കുക, ഒരു സീൻ വെച്ചിട്ട് 10 മിനിറ്റ് കാണിച്ചുകൊണ്ടിരിക്കുക, അതന്നെ വെച്ചിട്ട് ബോർ അടിപ്പിക്കുക, ആൾക്കാരെ എനിക്ക് പോവുക, അങ്ങനെ എല്ലാം അങ്ങനെ ഉണ്ടാവുന്ന നിർബന്ധമുണ്ട്. ഇതൊരു ഗ്രാമപ്രദേശത്ത് നടക്കുന്നത് സാധാരണ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മള് ഇപ്പോഴാണ് ഇതിന്റെ പേര് വിളിക്കുന്നത്. പണ്ട് കാലത്തും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതിന് തിരിച്ചറിയപ്പെടുന്നില്ല. അതെന്താന്ന് കൂടി നമുക്കറിയണം, നമ്മൾ ചർച്ചയാക്കുന്നില്ല. അവർക്കും ഇഷ്ടത്തെ എന്താന്ന് പറയാ, വീട്ടിലുള്ളവരോട് പോലും പറയാൻ നോക്കിയില്ല. വീട്ടിലുള്ളവർ പോലും ഇതിനൊരു അപശകുനമായിട്ട് കാണും. അവരുടെ കൂട്ടുകൂടണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവരാണിത്. നാട്ടുമ്പുറത്തുള്ളവരൊക്കെ ആണെങ്കിലും. അപ്പൊ നാട്ടുമ്പുറത്തുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവൾ ആരെടുത്ത പറയാം, ആരോട് സംസാരിക്കാനില്ല. സാധാരണ ഒരു വീടുകൾക്ക് ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒറ്റപ്പെട്ടവർക്ക് നിൽക്കുന്നു, വീട്ടില് പറയാൻ പറ്റുന്നില്ല, പുറത്ത് പറയാൻ പറ്റില്ല, ഫ്രണ്ട്ഷിപ്പ് ഇല്ല. എന്നാൽ തന്റെ ജെൻഡർ ഇതാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥയിൽ വിമർശപ്പെട്ട് നിൽക്കുകയാണ്, വീർപ്പുമുട്ടി നിൽക്കുകയാണ്. തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അതിപ്പോ ആരുടെ അമ്മയാണോ അല്ലെങ്കിൽ അനിയത്തിയാണോ എന്നൊന്നും വിചാരിക്കില്ല. ആ വ്യക്തിയുമായിട്ട് ഇതിനെ പങ്കുവയ്ക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആത്മനിർവൃതി അതൊരു പ്രണയത്തിലേക്ക് വളരാൻ. ആ വ്യക്തിയാണെങ്കിലും ഭർത്താവില്ലാതെയും മക്കളാണെങ്കിലും ഒരു സ്ത്രീ എപ്പോഴും സ്വന്തം സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാത്തവളാണ്. സാധാരണ സ്ത്രീകൾ അവര് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ എപ്പോഴും, സ്ത്രീകൾ നല്ല നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മുടെ സ്ത്രീകൾ എപ്പോഴും അവരുടെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്റെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് താൻ ജീവിച്ചെന്ന് ബോധ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ രണ്ടുപേരും ഒരേ മനസ്സോടെ സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, അതിനെ മനോഹരമായ സംഗീതത്തിന്റെ ഗസൽ സോങ്ങാണ്. മെഴി കൊണ്ട് മാത്രം പറയാൻ പറഞ്ഞ സോങ്ങിന്റെ അതേ രാഗം ആദ്യം പോലെ അവസാനം വരെ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം BGM എന്ന് പറഞ്ഞ കുട്ടിക്കാലം പറഞ്ഞാൽ LBC സാറിന്റെ പടങ്ങളാണ് അതിനകത്ത്. അതുകൊണ്ട് ഞാൻ ഡിജിറ്റ് മേലെപ്പാട്ട് വീട്ടിൽ ചെയ്തു, രാജേഷ് കൂടിയിട്ട് ചെയ്തു എന്നാണ്. വളരെ രസകരമായ രീതിയിൽ പാട്ട് കൊണ്ടുപോയി.